ഓണത്തിനെതിരെ വർഗീയ പരാമർശവുമായി സ്കൂൾ അധ്യാപകർ. തൃശൂർ കല്ലുപ്പുറം സിറാജുൽ ഉലും സ്കൂളിലെ അധ്യാപകരാണ് ഓണത്തെ വർഗീയവൽക്കരിച്ചത്. ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നുമാണ് അധ്യാപകരുടെ വാട്സപ്പ് സന്ദേശം. വിവിധ മതത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഇത് പ്രോത്സാഹിപ്പിക്കരുതെന്നും രക്ഷിതാക്കൾ ഈ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നും സന്ദേശത്തിൽ പറയുന്നു. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കായി മാറാൻ ചാൻസ് ഉണ്ട്. അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത്. പല ഗ്രൂപ്പുകളിലും ഓണത്തിന്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത്. ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ്. അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക്, അതായത് KG സെക്ഷന് അന്നേ ദിവസം ഹോളിഡേ ആണ്. അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല. തിബിയാൻ എന്ന് പറയണതിന്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട്. ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയണത്. അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക, മാവേലി വേഷം കെട്ടുക, പൂക്കളിടുക. അതുപോലെ മക്കള് പറഞ്ഞിരുന്നു പട്ടുപാവാട അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ. അപ്പോ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ പിന്നെ മക്കൾ എന്താ ചെയ്യാ? വാർത്തയുടെ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഈ രണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും അങ്ങേയറ്റത്തെ വർഗീയത കുട്ടികളിലേക്ക് കടത്തിവിടാനുള്ള വലിയ നീക്കം നടക്കുകയാണ്. ഓണാഘോഷം പ്രോത്സാഹിപ്പിക്കരുതെന്ന് എന്ന പരാമർശത്തോടെയാണ് ഈ വാട്സപ്പ് സന്ദേശം വരുന്നത്. ആദ്യമേ ചോദിക്കട്ടെ, ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് രീതി എങ്ങനെയാണ്? ഇത് എയ്ഡഡ് സ്കൂളാണോ? നീലിമ, അത്യന്തം ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങളാണ് അധ്യാപകരുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തൃശൂർ കല്ലുപ്പുറം സിറാജുൽ ഉലും സ്കൂളിലെ അധ്യാപകരാണ്, എയ്ഡഡ് സ്കൂളാണ്, ആ സ്കൂളിലെ അധ്യാപകരാണ് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള തരത്തിൽ അല്ലെങ്കിൽ ഓണം ആഘോഷിക്കരുത്, അത് ഹൈന്ദവ ആചാരപ്രകാരം നടത്തുന്ന ചടങ്ങാണ്, അത്തരം കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാതിരിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ അധ്യാപകർ തന്നെ ഇത് പറയുന്നത്. അതായത് വിദ്യ പകർന്നു നൽകേണ്ട അധ്യാപകർ കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നത് വർഗീയത അല്ലെങ്കിൽ കടുത്ത വർഗീയതയാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതായത് രണ്ട് ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൃത്യമായിട്ടുള്ള ചർച്ച, അത് ഏത് തരത്തിൽ വേണം ഓണം ആഘോഷിക്കാൻ, അതിവിടെ ആഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ, ഓണം അത്തപ്പൂക്കളം ഇടുന്നതാണ്, അത് ഹൈന്ദവ ആചാരപ്രകാരമാണ്, അത്തരം ചടങ്ങുകൾ ഒക്കെ നടത്തുന്നത് ഹിന്ദു ആചാരപ്രകാരം നടത്തുന്ന ചടങ്ങുകളാണ്, അത് നമ്മുടെ സ്കൂളിൽ എന്തിന് നടത്തണം എന്ന തരത്തിലുള്ള രീതിയിലേക്ക് പോലും ആ സ്കൂൾ വാട്സാപ്പിൽ ചർച്ച നടക്കുന്നു. ഒപ്പം തന്നെ ആ ശബ്ദ സന്ദേശത്തിൽ ആ അധ്യാപകർ പറയുന്നുണ്ട് എല്ലാ വിഭാഗത്തിലുള്ള, എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകളുടെ കുട്ടികളും പഠിക്കുന്ന സ്കൂളാണെന്ന് അവർ കൃത്യമായി പറഞ്ഞു വെച്ചതിന് ശേഷമാണ് എന്തിന് നമ്മൾ ഇത് ആഘോഷിക്കണം, നമ്മുടെ കുട്ടികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിച്ചൂടെ. ഒപ്പം തന്നെ KG വിഭാഗം വിദ്യാർത്ഥികൾക്ക് നമ്മൾ അവധി നൽകിയിട്ടുണ്ട്. അതായത് ആ കുഞ്ഞു കുട്ടികൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് KG വിഭാഗം സ്കൂളിന് അവധി അടക്കം നൽകിയിട്ടുണ്ടെന്ന് ആ അധ്യാപകർ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇത്തരത്തിൽ പതിവായിട്ട് ഈ ഓണാഘോഷം എങ്ങനെ നടത്തണം, അത് ഒഴിവാക്കാൻ വേണ്ട ചർച്ചകളാണ് ആ സ്കൂൾ ഗ്രൂപ്പിൽ നടത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സ്കൂൾ മാനേജ്മെന്റ് തന്നെ അതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് ആ ശബ്ദ സന്ദേശത്തിലുള്ളത്. അതായത് അധ്യാപകർ അറിഞ്ഞിട്ടാണ്, സ്കൂൾ മാനേജ്മെന്റ് അറിഞ്ഞിട്ടാണ്, അവരുടെ എല്ലാ അധികാരികളും അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ച അവിടെ നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഓണം ആഘോഷിക്കേണ്ട, അത്തപ്പൂക്കളം ഇടണ്ട, അത് ഒരു മതവിഭാഗത്തിന് മാത്രം ആചാരമാക്കി ചുരുക്കിക്കൊണ്ട് അല്ലെങ്കിൽ മതവികാരം ഏത് രീതിയിലാണ് വർഗീയത കുട്ടികളിലേക്ക് പകർന്നു നൽകേണ്ടതെന്നുള്ള
തരത്തിൽ അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഗവേഷണം നടത്തിയിട്ട് ചെയ്യുന്ന രീതിയിൽ പോലും തോന്നിക്കുന്ന തരത്തിലാണ് ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ പരാതി നൽകിയിട്ടുണ്ട്. ഈ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ കടവല്ലൂർ നോർത്ത് മേഖലാ ഭാരവാഹികളാണ് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ അവരുടെ പ്രതിഷേധ പരിപാടികളും ഈ സ്കൂളിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധ്യാപകരുടെ നടപടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും അത്യന്തം ഗുരുതരമായിട്ടുള്ള നടപടികളാണ് ഈ സ്കൂളിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കുട്ടികളെ മതപരമായിട്ട് വേർപെടുത്തുന്ന രീതിയിൽ ഉള്ള ചർച്ചകളാണ് ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുള്ളത്. ഓണത്തെ പോലും സാനു ഒരു സംശയം, ഇത് അൺഎയ്ഡഡ് സ്കൂളാണോ എയ്ഡഡ് സ്കൂളാണോ? ഇത് എയ്ഡഡ് സ്കൂളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും വളരെ കൃത്യമായി അവിടെ ഒരു മതവിഭാഗത്തിലെ കുട്ടികൾ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളിലെ കുട്ടികളും പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇത്. അപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വിദ്യാർത്ഥികളോട് ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കേണ്ടതില്ല, വളരെ ചെറിയ രീതിയിലൊക്കെ സംഘടിപ്പിച്ചാൽ മതി എന്ന് പറയുന്നു. മാത്രവുമല്ല, ചെറിയ കുട്ടികളെ KG സെക്ഷനിലുള്ള കുട്ടികൾക്കെന്ന് അവധി നൽകുകയും ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ഈ മലയാളികൾ ജാതി മതഭേദമന്യേ എല്ലാവരും സമഭാവനയോടെ ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം. ഈ ഓണത്തിന് ഒരു വർഗീയ നിറം കലർത്താൻ വർഗീയ ശക്തികൾ കുറെ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വന്നിരുന്നൊരു ഘട്ടമുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ പരസ്യമായി നിലപാടെടുക്കുകയാണ് സ്കൂളിലെ അധ്യാപകർ. അപ്പോൾ അവർ ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനമായിരിക്കില്ലല്ലോ, സംഘടിതമായൊരു തീരുമാനത്തിന്റെ പുറത്തല്ലേ ഇത്തരത്തിൽ അധ്യാപകർ ഒരു നിർദ്ദേശം ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടാനുള്ള സാധ്യതയുള്ളത്? നീലിമ, അത് വളരെ തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് അവർ ആ ശബ്ദ സന്ദേശത്തിൽ, ആ മുഴുനീളെയുള്ള ശബ്ദ സന്ദേശത്തിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് കഴിഞ്ഞ തവണ വലിയ രീതിയിൽ ആഘോഷപൂർവ്വം ഓണം ആഘോഷിച്ചതാണ്. നമ്മുടെ കുട്ടികളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഓണം ആഘോഷിച്ചതാണ്. പട്ടുപാവാട അടക്കം തുന്നിക്കൊണ്ട് കുട്ടികളെല്ലാം ഈ സ്കൂളിലേക്ക് വന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അതിനൊപ്പം കൂട്ടിച്ചേർക്കുന്നു, ഈ വർഷം മുതൽ ഓണാഘോഷം അത്ര നല്ലതായിട്ട് നടത്തുക, വളരെ ചെറിയ രീതിയിൽ, വളരെ കുറഞ്ഞ രീതിയിൽ നടത്തുക, അല്ലെങ്കിൽ അത് പേരിന് മാത്രം നടത്തി അവസാനിപ്പിക്കുക. അതിന് കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്. ഈ വിഷയത്തിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെയാണ് അവർ വർഗീയമായിട്ട് വേർതിരിക്കാൻ നോക്കുന്നത്. ആ പറയുന്നതിനൊപ്പം അവർ പറയുന്നു, എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും പഠിക്കുന്ന സ്കൂളാണ് നമ്മുടേത്. ഒപ്പം തന്നെ നമ്മുടെ കുട്ടികൾ എന്തിനു വേണം ഈ ഓണം ആഘോഷിക്കേണ്ടത്? ഓണം ഹൈന്ദവരുടെ ആചാരപ്രകാരം അല്ലെ ഹൈന്ദവീയമായിട്ടുള്ള രീതിയിൽ നടത്തുന്നതാണ്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുടെ ആരാധന ക്രമങ്ങൾ അനുസരിച്ച് നടത്തുന്ന ഒരു ആഘോഷമാണ് ഓണം എന്നുകൂടി ആ ശബ്ദ സന്ദേശത്തിൽ അവർ പറഞ്ഞു വെക്കുന്നു. ശരി സാനു, വലിയ പ്രതിഷേധം ഉയർന്നു വരാനിടയുള്ള ഒരു വിഷയമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണത്തിനെതിരെ വർഗീയ പരാമർശം നടത്തിയിരിക്കുകയാണ് സ്കൂൾ അധ്യാപകർ. തൃശൂർ കല്ലുപുറം സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപകരാണ് ഓണത്തെ വർഗീയവൽക്കരിച്ചത്. ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നുമാണ് അധ്യാപകരുടെ വാട്സപ്പ് സന്ദേശം. ഈ സന്ദേശമാണ് ജനം TV ഇപ്പോൾ സംപ്രേഷണം ചെയ്തത്. സാനുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.